അപ്പം ഷെരീഫ് ജി എന്ത് പറയുന്നു? എനിക്ക് ആദ്യം മോനൊന്ന് കൈ കൊടുക്കണം. വാ. കണ്ണിണയാൽ കഥകൾ പാടി തപ്പുമുട്ടും നെഞ്ചിലായി പുഞ്ചിരിച്ചൊരു തൂകിമെന്നും അഴകുത്ത നല്ല ശ്രുതിബോധത്തോടുകൂടി, ശ്രുതി ഔട്ട് എന്നുള്ള ചിന്തയില്ല, അത്രയും നല്ല ലയമുള്ള പാടലായിരുന്നു. ഞാൻ സത്യം പറഞ്ഞ എന്റെ രോമൊക്കെ എണീച്ചു നിന്നു. എവിടെയൊക്കെ ഫീൽ ഉണ്ടായി. കാരണം ഒരു മരുഭൂമിയിൽ നിന്ന് ഒരു ഭർത്താവ് ഒരു കാറ്റിനോട് ചോദിക്കുകയാണ്, എന്റെ ഭാര്യയെ കാണാറുണ്ടോ, മക്കളെ കാണാറ്. ആ ഒരു ഫീല് ഭയങ്കരമായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. നന്നായി വരട്ടെ. ഗായത്രി. നസീബ്, ഈ ചെറിയ ശരീരത്തിൽ നിന്നാണ് അങ്ങനത്തെ ഒരു പാട്ട് വരുന്നത്. ഗായത്രി ആദ്യമായിട്ട് കേൾക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് നസീബിന്റെ പാട്ട് വരുന്നത്. ഞാൻ എന്റെ പ്രതീക്ഷയെല്ലാം കവച്ച് ഞാനങ്ങ് ഞെട്ടിപ്പോയി. നന്നായി പാടി. വെരി വെരി ഗുഡ്. പഠിക്കുന്നുണ്ടോ പാട്ട്? പാട്ട് പഠിക്കുന്നുണ്ട്. ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുന്നുണ്ടോ? എത്ര വർഷമായി? ഇപ്പൊ 3 വർഷം തികയുന്നു. നിർത്തരുത്, കാരണം ഭയങ്കര പൊട്ടൻഷ്യലുള്ള സിംഗറാണ്. അതൊരു എന്താ പറയാ, നാച്ചുറൽ സിംഗറാണ്. ഞങ്ങളെല്ലാം ടോട്ടലി ആ പാട്ട് കേട്ടിങ്ങനെ അങ്ങ് മയങ്ങിയിരിക്കുകയായിരുന്നു. അപ്പോ ഇനി ഇതൊരിക്കലും എന്താ പറയാ, ഇത് ലെവലിൽ നിന്ന് കൂടിക്കൂടി വരണം. പാട്ട് ഇനിയും കുറെ പഠിക്കണം. വലിയൊരു സിംഗർ ആവാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ഓൾ ദി ബെസ്റ്റ്. വെരി വെരി ഗുഡ്. നന്നായി. സിന്ധു. നസീബ്, ഞാൻ എന്നും പറയാനുള്ള പോലെ ക്ലീൻ സിംഗിങ് ആണ് ഇയാൾക്ക്. താങ്ക് യു മാഡം. എവിടെയും ഒരു കുറ്റം പറയാനില്ല നസീബിന്റെ സിംഗിങ്ങിന്. പിന്നെ അക്ഷരങ്ങളൊക്കെ ഇങ്ങനെ പെറുക്കിയെടുക്കാം. വളരെ ക്ലിയർ ആണ് പാടുന്നത്. താങ്ക് യു മാഡം. എന്തായാലും ഈ ഷോ കഴിയുന്നവരെ ഉണ്ടാവട്ടെ. എല്ലാ അനുഗ്രഹവും ഉണ്ടാവും മോന്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ നമുക്ക് അഭിനന്ദനങ്ങളുടെ പ്രവാഹം ഉണ്ടായി. ഇനി മാർക്കിന്റെ പ്രവാഹം എത്രത്തോളം ഉണ്ടെന്നറിയാം. സിന്ധു. ഗുഡ്. താങ്ക് യു മാഡം. ഷെരീഫ് ജി. ഞാൻ എക്സലന്റ് കൊടുക്കുക. താങ്ക് യു സർ. താങ്ക് യു. ഗായത്രി. എക്സലന്റ്. താങ്ക് യു ചേച്ചി. താങ്ക് യു. അപ്പൊ നസീബിന് 2 പേര് എക്സലന്റ് തന്നു, ഒരാള് ഗുഡ് തന്നു. ഓക്കെ മോനെ, താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗായത്രി, പ്ലീസ് കം.